Hi friends, welcome to Pratap GT. Samsung Galaxy M21 എന്ന ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോൺ 13,000 രൂപയ്ക്ക് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഫോണാണ്. ഈ ഒരു ഫോണിലേക്ക് നോക്കുമ്പോൾ എങ്ങനെയുണ്ട് ഈ ഫോൺ? ആക്ച്വലി ഒരു നല്ല ഫോൺ തന്നെയാണ്. ഒരു സാംസങ് ഫോൺ എടുക്കാൻ പോകുമ്പോൾ 13,000 രൂപയ്ക്ക് ഈ ഒരു ഫോൺ എടുക്കുകയാണെങ്കിൽ എങ്ങനെയുണ്ടാവും? ആ ഒരു കാര്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും നമ്മളെ സപ്പോർട്ട് ചെയ്യും. നേരെ വീഡിയോയിലേക്ക്. ഹായ്, അപ്പോൾ സാംസങ് ഗാലക്സി M21 ഈ ഒരു ഫോണിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാനൊന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് ഇത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എങ്ങനെയുണ്ടെന്നുള്ള കാര്യം കൂടി പറയാം. M21 എന്ന ഈ ഒരു ഫോണിലേക്ക് വരുമ്പോൾ 6.4 ഇഞ്ച് വരുന്ന സൂപ്പർ AMOLED ഡിസ്പ്ലേ, അത് ഇൻഫിനിറ്റി യു നോച്ചും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത് ഫുൾ HD+ ഡിസ്പ്ലേയുമാണ്. 91% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഉണ്ട്. വൈഡ് വൈൻ L1 സർട്ടിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ആമസോൺ, നെറ്റ്ഫ്ലിക്സ് എന്നൊക്കെയുള്ള ഫുൾ HD വീഡിയോസൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിലുള്ള ഡിസ്പ്ലേയുടെ സൈഡിലുള്ള എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് ഇവിടെയുണ്ട്. നമ്മുടെ സാംസങ് ഗാലക്സി 15,000 രൂപയുടെ M31 കണ്ട അതേ ഫീച്ചേഴ്സ് ഒക്കെ ഇതിനകത്തുണ്ട്. സോ ഡിസ്പ്ലേ പെർഫെക്റ്റ് ആണ്. ഡിസൈൻ നമുക്ക് റിയർ സൈഡ് കണ്ടാൽ അറിയാം. ക്വാഡ് ക്യാമറയില്ല, ട്രിപ്പിൾ ക്യാമറയേ ഉള്ളൂ. M31 ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ ട്രിപ്പിൾ ക്യാമറയേ ഉള്ളൂ. പക്ഷേ ഡിസൈൻ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഇനി ഇതിൻ്റെ പെർഫോമൻസൊക്കെ വന്നു കഴിഞ്ഞാൽ Exynos 9611 എന്ന് പറയുന്ന സാംസങ്ങിൻ്റെ ഈ മിഡ് റേഞ്ചിൽ ഇപ്പോൾ സാംസങ് എല്ലാ ഫോണുകളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രോസസർ തന്നെയാണ് ഇതിനകത്തും വെച്ചിരിക്കുന്നത്. സോ പെർഫോമൻസിൽ വലിയ ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ല. ഓൾറെഡി M31 ഇത് തന്നെയാണ്, അതിൻ്റെ റിവ്യൂസ് നമ്മുടെ ചാനലിൽ തന്നെയുണ്ട്. അപ്പോൾ അതിൻ്റെ പെർഫോമൻസിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഒരു സാംസങ് ഫോൺ എന്ന രീതിയിൽ നോക്കി കഴിഞ്ഞാൽ ഈ റേഞ്ചിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല പെർഫോമൻസ് ഉള്ള ഫോണാണ് M31. അതേ പ്രോസസർ വെച്ചുകൊണ്ട് വരുന്നതുകൊണ്ട് തന്നെ M21 നമുക്ക് ആ ഒരു പെർഫോമൻസ് എക്സ്പെക്ട് ചെയ്യാം. ഇതിൻ്റെ റാം വേരിയൻറ്റുകൾ 4GB റാമും 6GB റാം വരുന്നുണ്ട്. 64GB സ്റ്റോറേജും ഉണ്ട്. 128GB സ്റ്റോറേജും വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ്രോയിഡ് 10ഉം 1UI ഒക്കെ ആയിട്ട് ഓവറോൾ നല്ലൊരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ ഒരു ഫോണിനുള്ളത്. പിന്നെ ഇതിന് ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ടും വരുന്നുണ്ട്. സോ ഓവറോൾ ഇതിൻ്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പറയത്തക്ക ഇഷ്യൂസ് ഒന്നുമില്ല. M31 ഓൾറെഡി നമ്മൾ ഉപയോഗിച്ചുള്ള എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് ഈ ഒരു പെർഫോമൻസ് ഈ ഒരു പ്രോസസർ തരുമെന്നുള്ള കാര്യത്തിന് ഒരു ഉറപ്പ് ഞാൻ പറയുന്നത്. ഒരു നല്ല പെർഫോമൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ബാറ്ററിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 6000 mAh ബാറ്ററി. നമ്മളിതിനു മുമ്പ് റീസെൻ്റ് ആയിട്ട് വരുന്ന സാംസങ് ഫോണുകളിലൊക്കെ 6000 mAh ബാറ്ററി ഉണ്ട്. ആ ഒരു സൈസ് ബാറ്ററി തന്നെയാണ് ഇതിനകത്തും വെച്ചിരിക്കുന്നത്. അപ്പോൾ കൂടിയ ബാറ്ററി ഉണ്ട്. അതിൻ്റെ ഒപ്പം 15 വാട്ട് ഫാസ്റ്റ് ചാർജിങ്. അപ്പോൾ ഓൾമോസ്റ്റ് 3 hours കൊണ്ട് ഫുള്ളാവുന്നൊരു ബാറ്ററി കപ്പാസിറ്റിയും ഒരു ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജിയും ഇതിൻ്റെ ഒപ്പം വരും. ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ 48 MP മെയിൻ ക്യാമറയാണ്. അതിൻ്റെ ഒപ്പം തന്നെ 8 MP വൈഡ് ആംഗിളും 5 MP ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. 20 MP സെൽഫി ക്യാമറയാണ് ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഇൻഫിനിറ്റി യു നോച്ചിനകത്താണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ്. ഇതിൻ്റെ വെയിറ്റ് ഓവറായിട്ടുള്ള വെയിറ്റ് ഒന്നുമില്ല. അവർ പറയുന്നത് 188 ഗ്രാമാണ്. 8.9 mm ആണ് തിക്നെസ്. അപ്പോൾ ഓവറായിട്ടുള്ള കാര്യങ്ങളും പ്രശ്നങ്ങളും ഒന്നും ഇതിനകത്ത് ഒറ്റ നോട്ടത്തിൽ കാണാനില്ല. ഇനി ഈ ഫോണിന് എങ്ങനെ വിലയിരുത്താമെന്ന് നോക്കിക്കഴിഞ്ഞാൽ M31 നമ്മൾ ഓൾറെഡി റിവ്യൂ ചെയ്ത് കഴിഞ്ഞൊരു ഫോണാണ്. ഒരു നല്ല ഫോണാണ്. ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് ഫുൾ റിവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു M31 എന്ന ഫോൺ 15-16 രൂപ റേഞ്ചിലാണ് നമുക്ക് 6GB റാം 128GB സ്റ്റോറേജ് കിട്ടുന്നത്. ഒരു നല്ല ഫോണാണ്. എന്നാൽ ഈ ഒരു ഫോണിൽ 16,000 രൂപ കൊടുത്ത് നമുക്ക് ഈ ഒരു ഫോൺ വാങ്ങിക്കാൻ വയ്യ. ആ ഒരു ബഡ്ജറ്റ് ഇല്ല എങ്കിൽ 13,000 രൂപയ്ക്ക് നിങ്ങൾ M21 എടുത്താൽ തെറ്റൊന്നും പറ്റില്ല. ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ അവിടെ വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് ക്യാമറയിൽ മാത്രമാണ്. അതായത് നമ്മുടെ മെയിൻ ക്യാമറ ഈ M31 വരുമ്പോൾ 64 MP 32 MP സെൽഫി ക്യാമറ ഒക്കെ ആയിട്ട് ഇത്തിരി നെക്സ്റ്റ് ലെവലാണ് സംഭവം. M21 വരുമ്പോൾ ക്യാമറ 48 MP 8 MP 5 MP ആയിട്ട് കുറയുന്നു റിയർ ക്യാമറ. ഫ്രണ്ടിൽ 20 MP സെൽഫി ക്യാമറയെ വരുന്നുള്ളൂ. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഡിഫറൻസ്. ബാക്കി ഡിസ്പ്ലേ ഫുൾ HD സൂപ്പർ AMOLED, പ്രോസസ്സർ 9611, ബാറ്ററി 6000 mAh, സെയിം ഫാസ്റ്റ് ചാർജിങ് 15 വാട്ട്, എല്ലാം സെയിം ആണ്. ക്യാമറ മാത്രമാണ് മെയിനായിട്ട് ഇവിടെ കുറയുന്നത്. അതുകൊണ്ട് തന്നെ M31 എടുക്കാൻ ബഡ്ജറ്റ് ഇല്ലാത്തവർക്ക് തീർച്ചയായിട്ടും M21 എടുത്താൽ ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും. ക്യാമറ മാത്രം ഇത്തിരി കുറയും. അപ്പോൾ ക്യാമറ നിങ്ങൾ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളല്ലെങ്കിൽ M31 വേണ്ടി 16-17 കളയേണ്ട ആവശ്യമില്ല. പകരം M21 എടുത്താലും നിങ്ങളുടെ കാര്യങ്ങൾ നടക്കും എന്നുള്ളതാണ് നമുക്കിതിൻ്റെ ഫീച്ചേഴ്സ് കാണുമ്പോൾ മനസ്സിലാവുന്നത്. പിന്നെ ക്യാമറ റിവ്യൂസ് ഒന്ന് കണ്ടു നോക്കിയോളൂ. മൊത്തത്തിലുള്ള എല്ലാ റിവ്യൂസും ഒന്ന് കണ്ടു നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം. അങ്ങനെ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ ഈ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്താണ് യഥാർത്ഥത്തിൽ M21 ഡിഫറൻസ് M31 നിന്ന്. അപ്പോൾ അത്രയുമാണ് M21 എന്ന ഫോണിനെ കുറിച്ചുള്ള എൻ്റെ ഒപ്പീനിയൻ. ഈ 13,000 രൂപയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല സാംസങ്ങിൻ്റെ ഫോണായിരിക്കും M21. മറ്റുള്ള ബ്രാൻഡുകളുടെ നോക്കിയാൽ ചിലപ്പോൾ ബെറ്ററായ ഓപ്ഷൻസ് ഉണ്ടാവാം. പക്ഷേ സാംസങ്ങിൻ്റെ 13,000 രൂപയ്ക്ക് കിട്ടാവുന്ന ഒരു നല്ല ഫോൺ, നല്ല പെർഫോമൻസും ഡിസ്പ്ലേയും ബാറ്ററിയും ഒക്കെയുള്ള നല്ലൊരു ഫോൺ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ടാണ് കൂട്ടാം. ബൈ.